Hi dear students, sensors and transducers നമ്മൾ യൂണിറ്റ് 4 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഫ്ലോ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിഫറെൻറ്റ് ടൈപ്സും കാറ്റഗറിയൊക്കെ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ആരെങ്കിലും ആ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ആ ലിങ്ക് കൊടുക്കാം, അതിൽ പോയിട്ട് ഒന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയേഷൻ സെൻസേഴ്സ് ആണ്. എന്താണ് റേഡിയേഷൻ സെൻസറും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ചധികം ടൈപ്പ് ഓഫ് സെൻസേഴ്സ്, റേഡിയേഷൻ സെൻസേഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം. ഓരോന്നും നമുക്ക് എസ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ഭാഗം തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റേഡിയേഷൻ സെൻസർ എന്ന് നോക്കാം. അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്കും ഒക്കെ നമുക്ക് പിന്നെ പോകാം. ഓക്കെ, സോ ആ പേര് തന്നെ നിങ്ങൾക്ക് ഏകദേശം കിട്ടുമ്പോൾ റേഡിയേഷൻ സെൻസർ. സോ റേഡിയേഷൻ സെൻസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സെൻസേഴ്സാണ് റേഡിയേഷൻ സെൻസർ. അപ്പോൾ നോക്കാം നമുക്ക് ഡെഫിനിഷൻ. ആദ്യം റേഡിയേഷൻ സെൻസർ എന്താണെന്ന് നോക്കാം നമുക്ക്. റേഡിയേഷൻ ഈസ് ദ എമിഷൻ ഓഫ് എനർജി ഫ്രം മാറ്റർ ഇൻ ദ ഫോം ഓഫ് റേസ് ഓർ ഹൈ സ്പീഡ് പാർട്ടിക്കിൾ. അല്ലേ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ എമിഷൻ ഓഫ് എനർജിയാണ്. ഒരു പാർട്ടിക്കിളിൻ്റെ എന്തെങ്കിലും ഒരു എമിഷൻ ഉണ്ടാവുക, അത് എന്തെങ്കിലും എന്താവാം, ലൈറ്റ് അല്ലെങ്കിൽ റേസിൻ്റെ ഫോമിലാവാം, അല്ലെങ്കിൽ ഹൈ സ്പീഡ് പാർട്ടിക്കിൾ ആവാം. ഈ രണ്ട് രീതിയിലും എമിഷൻസ് പോസിബിൾ ആണ്. സോ ബ്രോഡ്ലി ഇറ്റ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എയ്തർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ റേഡിയേഷൻ. രണ്ട് ടൈപ്പിലാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവും, അതേപോലെ പാർട്ടിക്കിൾ റേഡിയേഷൻസ് ആയിട്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇത് നമ്മൾ ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്യുക. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മീൻസ് ഇറ്റ് ഇസ് ലൈക്ക് എ റേഡിയോ വേവ് ഓർ എ വിസിബിൾ ലൈറ്റ് റേഡിയോ, അതിൻ്റെ ആ ടൈപ്പിലുള്ളതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പാർട്ടിക്കിൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ആൽഫ പാർട്ടിക്കിൾ ഓർ ബീറ്റ പാർട്ടിക്കിൾസ് ആണ്. സോ രണ്ട് ടൈപ്പിലാണ് നമ്മളെ റേഡിയേഷൻസ് ഉണ്ടാവാറ്. ഓക്കെ, so radiation sensor or radiation detectors are devices that can sense and measure radiation. So നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന റേഡിയേഷൻ സെൻസർ അല്ലെങ്കിൽ റേഡിയേഷൻ ഡിറ്റക്ടർ എന്ന് പറയും. എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ സെൻസ് ആൻഡ് മെഷർ റേഡിയേഷൻ. എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അത് സെൻസ് ചെയ്യാനുള്ള ഡിവൈസുകളാണ് നമ്മളെന്ത് പറയുക, റേഡിയേഷൻ സെൻസേഴ്സ് എന്ന് പറയുന്നത്. The radiation sensor discussed here are mostly based on the photoelectric effect. Photoelectric effect ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭൂരിഭാഗം റേഡിയേഷൻ സെൻസറും വർക്ക് ചെയ്യുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റീരിയൽ വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സച്ച് ആസ് ഫോട്ടോൺ ഓഫ് വിസിബിൾ ലൈറ്റ് ഫാൾ ഓൺ ദം ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതായത് ഇറ്റ്സ് എ ഫിനോമിനാണ്. എന്താണ് ഫിനോമിന എന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും അല്ലേ. എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന് മുകളിൽ എന്തെങ്കിലും ഒരു എമിഷൻസ് ഉണ്ടാവുക ഓർ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നതിനാണ് വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സച്ച് ആസ് ഫോട്ടോൺ ഓഫ് വിസിബിൾ ലൈറ്റ് ഫാൾ ഓൺ ദ മെറ്റീരിയൽ. അതായത് ഒരു ലൈറ്റ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ലൈറ്റ് ഒരു മെറ്റീരിയലിന് മുകളിൽ ഫാൾ ചെയ്താൽ അവിടുന്ന് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത് ബേസിക്കൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഈ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് റേഡിയേഷൻ സെൻസസ് ടൈപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവുള്ളൂ. ഓക്കെ, അതിനാണ് ഈ ബേസിക്സ് നമുക്ക് ഒന്ന് ഓടിച്ചു പോകുന്നത്. ഓക്കെ, സോ കോമൺ ടൈപ്പ് ഓഫ് റേഡിയേഷൻ സെൻസേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ സെൻസേഴ്സ് ആർ ദർ. സോ സം ഓഫ് ദി കോമൺ ടൈപ്പ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 ടൈപ്പിലാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഗ്യാസ് ഫീൽഡ് റേഡിയേഷൻ ഡിറ്റക്ടർ, സെക്കൻഡ് വൺ സിന്തലൈസേഷൻ റേഡിയേഷൻ ഫിൽറ്റർ, ദ തേർഡ് വൺ സോളിഡ് സ്റ്റേറ്റ് റേഡിയേഷൻ ഡിറ്റക്ടർ. ഈ 3 രീതിയിലാണ് റേഡിയേഷൻ സെൻസർ അല്ലെങ്കിൽ റേഡിയേഷൻ സെൻസർ ഡിറ്റക്ടേഴ്സ് ഉള്ളത്. ഓക്കെ, 3 കോമൺ ടൈപ്സ് ആണ് വരുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഗ്യാസ് ഫീൽഡ് റേഡിയേഷൻ സെൻസറാണ്. എന്താണ് ഗ്യാസ് ഫീൽഡ് റേഡിയേഷൻ? പേരുണ്ടല്ലേ, സം ഗ്യാസ് ആർ ഫിൽഡ് അല്ലേ, ഗ്യാസ് ഫില്ല് ചെയ്തതാണ്. നോക്കാം. ഇറ്റ്സ് എ ചേമ്പർ ഫിൽഡ് വിത്ത് എയർ ഓർ സ്പെഷ്യൽ ഗ്യാസ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പേര് പറഞ്ഞ പോലെ തന്നെ ഒരു ചേമ്പറിൻ്റെ അകത്ത് ഒന്നെങ്കിൽ എയർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്യാസ് ഫിൽഡ് ആണ് അല്ലേ. It is given a high voltage potential difference which cause ionization, and as a result positive ion gets collected to the cathode and free electrons to the anode, which in turn cause small current flow. So ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു ചേമ്പറിൻ്റെ അകത്ത് നമ്മൾ ഒന്നെങ്കിൽ എയർ ഫില്ല് ചെയ്യും അല്ലെങ്കിൽ സ്പെഷ്യൽ ഗ്യാസസ് ഫില്ല് ചെയ്യും. സോ അപ്പോൾ എന്തുണ്ടാവും? സോ അവിടെ ഒരു ഹൈ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ചേമ്പറിൻ്റെ അകത്തേക്ക് ഒരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മൾ ഹൈ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഒരു അയണൈസേഷൻ നടക്കുന്നുണ്ട്. അയണൈസേഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവും പോസിറ്റീവ് അയോൺസ് നമ്മൾ എന്ത് ചെയ്യും? കാഥോഡിലേക്കും നെഗറ്റീവ് അയോൺസ് ആനോഡിലേക്കും. അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എവിടേക്കും പോകും? ആനോഡിലേക്കും പോകും. സോ അവിടെ ഒരു പോസിറ്റീവ് ഇലക്ട്രോൺസ് ഒരു മൂവ്മെൻറ്റ് ഉണ്ട് അല്ലേ, അവിടെ നിന്ന് ആനോഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. അതിനെ നമുക്ക് എന്താക്കി എടുക്കാം? പക്ഷേ സ്മോൾ കറണ്ട് ഫ്ലോ ആക്കിയിട്ട് കാണാം. സോ ഈ രീതിയിലാണ് ഗ്യാസ് ഫീൽഡ് റേഡിയേഷൻ സെൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെൻസർ വർക്ക് ചെയ്യുന്നത്.
ഗ്യാസ് ഫില്ല് ചെയ്യും, അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും. സോ അവിടെ അയനൈസേഷൻ ഉണ്ടാവും. ആ അയനൈസേഷൻ റിസൾട്ടായിട്ട് അവിടെ ഒരു ഇലക്ട്രോൺ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, വിച്ച് ഇസ് കോൾഡ് കറണ്ട് ഫ്ലോ അല്ലേ. ദ ലെവൽ ഓഫ് കറണ്ട് ഇൻഡിക്കേഷൻ ഇൻഡിക്കേറ്റ് ദ ലെവൽ ഓഫ് റേഡിയേഷൻ. ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ലെവൽ ഓഫ് കറണ്ടാണ് എന്തുണ്ടാവുക, ലെവൽ ഓഫ് റേഡിയേഷൻ. എത്ര റേഡിയേഷൻ ഉണ്ടോ അതിനനുസരിച്ചാണ് അയനൈസേഷൻ നടക്കുന്നത്. സോ ആ അയനൈസേഷൻ്റെ പ്രൊപ്പോർഷനായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, കറണ്ട് കിട്ടുക. സോ കറണ്ട് മെഷർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ലെവൽ ഓഫ് റേഡിയേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. സോ ഇതാണ് ഗ്യാസ് ഫിൽഡ് റേഡിയേഷൻ സെൻസേഴ്സ്. സോ എ കോമൺ ടൈപ്പ് ഗ്യാസ് ഫിൽഡ് റേഡിയേഷൻ ഡിറ്റക്ടേഴ്സ് ഈസ് ജിഗർ-മുള്ളർ ഡിറ്റക്ടർ ഫിൽഡ് വിത്ത് ഹീലിയം, നിയോൺ ഓർ ആർഗൺ. സോ ഒരു എക്സാമ്പിളാണ് ഗ്യാസ് ഫിൽഡ് ജിഗർ-മുള്ളർ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റേഡിയേഷൻ സെൻസറാണ് സിൻഡിലേഷൻ റേഡിയേഷൻ സെൻസർ. എന്താ നോക്കാം നമുക്ക്. സോളിഡ് ഓർ ലിക്വിഡ് മെറ്റീരിയൽ ഈസ് ഹിറ്റ് വിത്ത് റേഡിയേഷൻ വിച്ച് റിലീസ് ഫോട്ടോൺസ് ഇൻ ടു എ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. സോ ഇവിടെ ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ട്. സോ അതിനകത്ത് ഒരു സോളിഡ് ഓർ ലിക്വിഡ് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്തുണ്ടാകും, റേഡിയേഷൻ ഹിറ്റ് ചെയ്യുമ്പം അവിടെ എന്ത് റിലീസ് ചെയ്യുന്ന പറഞ്ഞത്, ഫോട്ടോൺ റിലീസ് ചെയ്യും ഇൻ ടു എ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്. ഓക്കെ, ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ടാകും. അതിൻ്റെ അകത്ത് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് നമ്മൾ റേഡിയേഷൻ ഹിറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് റിലീസ് ചെയ്യും, ഫോട്ടോൺസ് റിലീസ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ. ദ ട്യൂബ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഡൈനോഡ്സ്, ഈച്ച് വൺ ഹാവിങ് ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ദാൻ ദ പ്രീവിയസ് വൺ. സോ ഈ ട്യൂബ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫോട്ടോ മൾട്ടിപ്പിൾ ട്യൂബിൻ്റെ അകത്ത് ഉണ്ടാവും മൾട്ടിപ്പിൾ ഡൈനോഡ്സ് ഉണ്ടാവും. ആ മൾട്ടിപ്പിൾ ഡൈനോഡ്സ് പ്രത്യേകം എന്താണ്, ഈച്ച് വൺ ഹാവിങ്, ഓരോന്നും എന്തുണ്ടാകും തൊട്ട് മുമ്പുള്ളതിനെക്കാട്ടിലും ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ആ രീതിയിലാണ് അതിൻ്റെ ഡൈനോഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. The release of photons strike the first dynode and an electron is emitted as a result of photoelectric effect. So നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു റേഡിയേഷൻ ഹിറ്റ് ചെയ്യുമ്പം മെറ്റീരിയൽ ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ എവിടെ പോയി സ്ട്രൈക്ക് ചെയ്യും, ഫോട്ടോൺ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഫോട്ടോൺ എവിടെ പോയി സ്ട്രൈക്ക് ചെയ്യും, ഒരു ഡൈനോഡ്, ഫസ്റ്റ് ഡൈനോഡിൻ്റെ മുകളിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് റിലീസ് ചെയ്യും ആസ് എ റിസൾട്ട് അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നതിനും പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോട്ടോൺ ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിമൂവ് ആയതിനാണെന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ റിസൾട്ട് മൂലം ഒരു ഇലക്ട്രോൺ അവിടെ റിലീസ് ആവുന്നുണ്ട് ഫ്രം എ ഫസ്റ്റ് ഡൈനോഡ്. സോ ആ ഇലക്ട്രോൺ എവിടെ പോയി ഹിറ്റ് ചെയ്യും, നെക്സ്റ്റ് ഹയർ പൊട്ടൻഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്യൂബിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഡൈനോഡ്സ് ഉണ്ട് വിത്ത് വാരിയിങ് അല്ലെങ്കിൽ ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലേ ദാൻ പ്രീവിയസ് വൺ. ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരുപാട് ഡൈനോഡ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഡൈനോഡിൻ്റെ മുകളിൽ ഇലക്ട്രോൺ റിലീസ് ആവും, അത് എവിടെ പോയി ഹിറ്റ് ചെയ്യും, നെക്സ്റ്റ് ഹയർ പൊട്ടൻഷ്യൽ ഉള്ള ഡൈനോഡിന് മുകളിൽ ഹിറ്റ് ചെയ്യും. സോ ആൻഡ് മോർ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ആൻഡ് റിപ്പീറ്റഡ് ഫോർവേഡ്. സോ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, അവസാനം മൾട്ടിപ്പിൾ ഡൈനോഡ്സ് ഉണ്ടെന്ന്, എത്ര ഡൈനോഡ്സ് ആണുള്ളത് അതിൻ്റെ മുകളിലെല്ലാം ഇത് ഹിറ്റ് ചെയ്യും. സോ ഓരോ ഇലക്ട്രോൺസ് അല്ലേ അത് പിന്നെ അടുത്ത ഡൈനോഡിൽ പോയി ഹിറ്റ് ചെയ്യും, അവിടുന്ന് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ആവും. സോ ഒരു ഇലക്ട്രോൺ മൂവ്മെൻറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ദ ഔട്ട്പുട്ട് പൾസ് ഫ്രം ദ ട്യൂബ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലൈറ്റ് എൻറ്ററിങ് ടു ദ ട്യൂബ്. സോ എത്രയാണോ ലൈറ്റ് ഇതിനകത്ത് എൻ്റർ ചെയ്തത് അതനുസരിച്ചാണ് ഫസ്റ്റ് ഫോട്ടോൺ റിലീസ് ആവുന്നത്, അതിനനുസരിച്ചാണ് പിന്നെ ഉണ്ടാകുന്ന എല്ലാ ഇലക്ട്രോണിൻ്റെയും എണ്ണം. സോ ഈ എൻ്റർ ചെയ്ത ലൈറ്റ്, ഈ ട്യൂബിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്ത ലൈറ്റിന് പ്രൊപ്പോർഷണലായിട്ടാണ് എന്തുണ്ടാവുന്ന അർത്ഥം, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന കറണ്ട്. സോ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന റേഡിയേഷൻ സെൻസ് ചെയ്യാൻ എന്ത് ഉപയോഗിച്ചാൽ മതി, ഈ ലൈറ്റ് എത്ര എമിറ്റ് ചെയ്തു നോക്കിയാൽ മതി, ഈ എത്ര ഇലക്ട്രോൺസ് അവിടെ മൂവ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഓക്കെ. ദെൻ സോളിഡ് സ്റ്റേറ്റ് റേഡിയേഷൻ സെൻസേഴ്സ് ആണ് മൂന്നാമത്തെ ടൈപ്പ്. പേരിലുണ്ട് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. നോക്കാം അവിടെ എന്താണ്, സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് എല്ലാം. ഓക്കെ. എ സെമി കണ്ടക്ടർ ഡിവൈസ് ദാറ്റ് കണ്ടെയ്ൻ ടു മെറ്റീരിയൽസ്, ഒന്ന് എൻ ടൈപ്പും രണ്ടാമത് പി ടൈപ്പും, ആർ യൂസ്ഡ് ഇൻ ദിസ് ഡിറ്റക്ടർ. സോ ഈ ഡിറ്റക്ടറിൽ നമുക്കൊരു എൻ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതലുണ്ടാവുക, ഇലക്ട്രോൺസ് ആയിരിക്കും എക്സ്ട്രാ ഫ്രീ ആയിട്ടുണ്ടാവുക. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടെയ്നിങ് ഹോൾസ് എന്ന് പറയാം അല്ലേ, പോസിറ്റീവ് ചാർജുള്ള ഹോൾസ് ആണ് ഉണ്ടാവുക കൂടുതൽ ഇൻ പി ടൈപ്പിൽ. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ കൂടുതലും ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എക്സസ് ഉണ്ടാവുക. ഓക്കെ. ഇതിനാണ് നമ്മൾ എൻ ടൈപ്പും പി ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ സോളിഡ് സ്റ്റേറ്റ് റേഡിയേഷൻ സെൻസർ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, എൻ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ദ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഹാസ് ഇലക്ട്രോൺ ആസ് മെജോറിറ്റി carriers and the p type has holes, means positive charges as majority carriers. When these two are joined, electrons from n region migrate to the p region, create a depletion region between them. So ഈ പിയും എന്നും രണ്ട് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത്
രണ്ടും ഓപ്പോസിറ്റ് എനർജി അതിനോട് എന്ത് ചെയ്യും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി, നെഗറ്റീവ് എനർജി അങ്ങോട്ട് പി ടൈപ്പിലേക്ക് പോകും. അവിടെ ഒരു റീജിയൻ ഫോം ചെയ്യും, ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും അതിന്. When the radiation hits on the depletion region, free electron hole pair are created. So ഈ പി എൻ ജംഗ്ഷനിൽ, അതായത് പിയും എന്നും കൂട്ടി വെച്ച ജംഗ്ഷനിൽ ഡിപ്ലീഷൻ റീജിയനിലേക്ക് നമ്മളൊരു ഫോട്ടോൺ അല്ലെങ്കിൽ റേഡിയേഷൻ ഒന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു ഇലക്ട്രോൺ അവിടെ എനർജി കൂടിയിട്ട് അത് ഫ്രീ ആവും. അപ്പം ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും, പ്ലസ് ആ നെഗറ്റീവ് എനർജിനെ ഈക്വലായിട്ടൊരു പോസിറ്റീവ് എനർജി അതാണ് ഹോളും. സോ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ അവിടെ ഫോം ചെയ്യും എപ്പം ഒരു റേഡിയേഷൻ ഈ പി എൻ ജംഗ്ഷനിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ. These charge carriers travel within the detector and the current pulse they cause is proportional to the level of radiation. So ഈ രീതിയിൽ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആയി മൂവ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ടേഴ്സ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കറണ്ട് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന കറണ്ട് പൾസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഈ ജംഗ്ഷനിൽ ഡിപ്ലീഷൻ റീജിയനിൽ ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻ ആണ് ഹിറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് മെഷർ ചെയ്താൽ മതി, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, അതായത് കറണ്ട് ഫ്ലോ, കറണ്ട് പൾസ് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ലെവൽ ഓഫ് റേഡിയേഷൻ അവിടെ നിന്ന് കിട്ടും. സോ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നതിനാണ് നമുക്ക് പറയാം സോളിഡ് സ്റ്റേറ്റ് റേഡിയേഷൻ സെൻസേഴ്സ് എന്ന് പറയുന്നത്. സോ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽസ് LDR എന്ന് പറയും, ഫോട്ടോ വോൾട്ടൈക് സെൽ, ഫോട്ടോ എമിസീവ് സെൽ ആർ ഓൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ദാറ്റ് വർക്ക് ഓൺ ദ ബേസിക്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. LDR, ഫോട്ടോ വോൾട്ടൈക് സെൽ, ഫോട്ടോ എമിസീവ് സെൽ എന്നൊക്കെ പറഞ്ഞത്. They all can convert light energy into electrical energy. So ഇതെല്ലാം എന്താ ചെയ്യുന്നത്, ലൈറ്റ് എനർജീനെ എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. സോ ഇനി ഓരോന്നും നമുക്ക് എക്സാമ്പിൾ ഓരോ ട്രാൻസ്ഡ്യൂസർ നമുക്ക് നോക്കാം. ഇതെല്ലാം പറഞ്ഞ ടൈപ്സ് ആണ്, ഓരോന്നും ഏതൊക്കെ ടൈപ്പ്, ഏതൊക്കെ കാറ്റഗറി, അതിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇപ്പം പറഞ്ഞത്. അതായത് റേഡിയേഷൻ സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ ബേസിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി എക്സാമ്പിൾസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തതാണ് എന്ത്, LDR എന്ന് പറയും. ഇറ്റ്സ് എ സെൻസറാണ്, റേഡിയേഷൻ സെൻസറാണ്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, LDR. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. എ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓർ ലെവൽ ഓഫ് ലൈറ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് ലൈറ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിന് ലെവൽ അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിറ്റക്ടറാണ് എന്ത്, LDR എന്ന് പറയുന്നത്. ദേ വർക്ക് ഓൺ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ കണ്ടക്ടിവിറ്റി. ഫോട്ടോ കണ്ടക്ടിവിറ്റി എന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് LDR വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോട്ടോ റെസിസ്റ്റർ ഓർ ഫോട്ടോ കണ്ടക്ടർ ഓർ ഫോട്ടോ സെൽ എന്നും ഡിഫറെൻറ്റ് പേരിൽ ഇതിന് അറിയപ്പെടാറുണ്ട്. ദ സർക്യൂട്ട് സിമ്പിൾ ഓഫ് എൻ LDR ഷോൺ ഇൻ ദ ഫിഗർ. സോ നിങ്ങൾ ഈ രീതിയിലാണ് ഒരു സർക്യൂട്ട് വരയ്ക്കുമ്പം അതിൽ LDR ഉണ്ടെങ്കിൽ അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിഗറാണത്. ഈ രണ്ട് രീതിയിൽ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ രണ്ട് ആരോ മാർക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റർ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ലൈറ്റ് വരുന്ന പോലെ, ഇതിനെ നമ്മൾ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് കാണിക്കുന്നത്, ലൈറ്റിന്. സോ ഈ രണ്ട് രീതിയിലും LDR നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സർക്യൂട്ടിൽ കാണിക്കാൻ പറ്റും. LDR കൺസിസ്റ്റ് ഓഫ് റെസിസ്റ്റർ മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. സോ പേരുണ്ട് റെസിസ്റ്ററാണ് അല്ലേ, റെസിസ്റ്ററാണ്. പക്ഷേ എന്ത് വെച്ചിട്ടാണ് ഈ റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കിയത്, സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയത്, റെസിസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കാഡ്മിയം സൾഫൈഡ് ആൻഡ് കാഡ്മിയം സെലനൈറ്റ് ആർ ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് റെസിസ്റ്റർ. സോ ഇവിടെയുള്ള സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് കാഡ്മിയം സൾഫൈഡ് അല്ലെങ്കിൽ കാഡ്മിയം സെലനൈറ്റ്. They have high resistivity and their resistance value varies according to light intensity. So നല്ല റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം. പക്ഷേ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്തിനനുസരിച്ച് മാറും, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് മാറും. Photon from the fallen light are absorbed by the material lattice and some electron gain is this energy break the bond and be free. So കുറച്ച് ലൈറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പം അല്ലെ, ലൈറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് ഇലക്ട്രോൺ കൂടുതൽ എനർജി സംഭരിച്ച് അത് ബ്രേക്ക് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ആസ് മോർ ലൈറ്റ് സ്ട്രൈക്ക് more free electrons are emitted than that can conduct electricity, thereby decrease the resistance. So ഒരുപാട് ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഫ്രീ ആവും. ആ ഇലക്ട്രോൺസ് ഫ്രീ ആകുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നുണ്ട്, thereby decrease the resistance. അവിടെ റെസിസ്റ്റൻസിൽ നിന്നുണ്ടാവും ഒരു ഡിക്രീസ് ഉണ്ടാവും. A snake-like track is formed using cadmium sulfate on the surface as shown in the figure. This structure provides maximum surface and reduce resistance. So അവിടെ ഉണ്ടാകുന്ന ഒരു ഫോമാണ്, ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്, അത് ഇവിടെ ഫിഗറിൽ കാണിക്കുന്നുണ്ട്. സോ സ്നേക്ക് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. കാഡ്മിയം സൾഫൈഡിൻ്റെ ട്രാക്ക്, അതാണ് സ്നേക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ. സോ ലൈറ്റ് ഇവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ രീതിയിലാണ് LDR, അല്ലെങ്കിൽ ഇതാണ് ഒരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സെൻസറാണ്. എന്ത് സെൻസറാണ്? ഇറ്റ് സെൻസ് റേഡിയേഷൻ. ഓക്കെ. സോ അവിടെ സെൻസ് ചെയ്യുന്നത് എന്താണ്? റേഡിയേഷൻ. ഇതിന് മുകളിൽ ഹിറ്റ് ചെയ്യുമ്പം എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ഫ്രീ ആവുന്നുള്ളത് നമുക്ക് കറണ്ടായിട്ട് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ മെഷറിംഗ് ദ കറണ്ട് വിൽ ഗെറ്റ് ഹൗ മച്ച് റേഡിയേഷൻ ഹിറ്റ്. ഓക്കെ. So advantages of LDR: it is low cost, it is ease of manufacture, ease of use. These are the main advantage of LDR. Disadvantages: high response time. Response time കൂടുതലാണ്. And applications: automatic street lighting നമ്മൾ ഉപയോഗിക്കാറുണ്ട്, and burglar circuits. These are the applications of LDR. And cameras, alarm clocks. ഇതിലെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ LDR ഉപയോഗിക്കുന്നുണ്ട്. സോ ഇനി രണ്ടാമത്തെ ടൈപ്പിലേക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഫോട്ടോ വോൾട്ടേക് സെല്ലാണ്. സോ ഫോട്ടോ വോൾട്ടേക് സെല്ലും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? റേഡിയേഷൻ സെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ ഇറ്റ് ഇസ് എ ഡിവൈസ് ദാറ്റ് ജനറേറ്റ് ആൻ ഇലക്ട്രിക് കറണ്ട് വെൻ എക്സ്പോസ് ടു ലൈറ്റ്. സോ ഇപ്പം ഇനി ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു ലൈറ്റിന് എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് നോക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? നമ്മൾ എമൗണ്ട് ഓഫ് റേഡിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിലും ഇത് കോമൺ ആയിരിക്കും, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഫോട്ടോ വോൾട്ടേക് സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് ജനറേറ്റ് ആൻ ഇലക്ട്രിക് കറണ്ട് വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് ദി ഫോട്ടോ വോൾട്ടേക് എഫക്റ്റ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക്. സോ സ്പെഷ്യലി ഇതാണ് ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. സോ അതിൻ്റെ മുകളിൽ നമ്മൾ സൺലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പം ഇതൊരു അല്ലെങ്കിൽ PN ജംഗ്ഷനാണ്. 2 സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോ വോൾട്ടേക് സെൽ നമ്മൾ ഫോം ചെയ്യുന്നത്. ഒന്ന് N ടൈപ്പ് സെമി കണ്ടക്ടറും പിന്നെ ഒന്ന് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. അതിൻ്റെ അടുക്ക് PN ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞു അല്ലേ. N ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. P ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹോൾസ് ആണ്, പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുക. സോ ഇവിടെ സൺലൈറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിലാണ് ഫോട്ടോ വോൾട്ടേക് സെല്ലിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ. നമുക്ക് നോക്കാം കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. ലെയേഴ്സാണ്, അത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഇതൊക്കെ നോക്കാം. കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഓൺ ദ ടോപ്പ് സർഫേസ് ആൻഡ് ദ ബാക്ക് സൈഡ് കളക്ട് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി. സോ ഇവിടെ കറണ്ട് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പം ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എവിടെ എന്ത് വെച്ചിട്ടാണ് കളക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ടോപ്പിലും ബോട്ടത്തിലായിട്ട് കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉണ്ട്. അതിലാണ് നമ്മൾ ഈ produced electricity collect ചെയ്യുന്നത്. The material on the top doesn't cover the surface fully to allow penetration of radiation to deplete the region of the PN semiconductor. So ഇത് നമ്മൾ PN semiconductor വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. മുകളിലും താഴെ നമുക്ക് എന്തുണ്ട്? കവറിങ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, മെറ്റീരിയൽ വെച്ചിട്ട്, കണ്ടക്ടിങ് മെറ്റീരിയൽ വെച്ച്. പക്ഷേ ഈ കണ്ടക്ടിങ് മെറ്റീരിയൽ എന്തുണ്ട്? ഫുള്ളി കവേർഡ് അല്ല. ഫിഗർ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്? ഫുള്ളി കവേർഡ് അല്ല, പകരം അത് കുറച്ച് ബ്ലാങ്ക് ഉണ്ട്. അതായത് അവിടെ ഈ ലൈറ്റ്സ് അകത്തേക്ക് പോയി PN ഡയോഡിൽ ഹിറ്റ് ചെയ്യാനുള്ള പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള നമ്മളെന്തുണ്ട്? സർഫസിന് കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ദ ആൻറ്റി റിഫ്ലക്ഷൻ ലെയർ ട്രാപ്പ് മാക്സിമം ലൈറ്റ് റേസ് ടു ബി ഒക്യുപ്പൈഡ് ബൈ ദ PN സെമി കണ്ടക്ടർ. സോ ഒരു ആൻറ്റി റിഫ്ലക്ഷൻ ലെയേഴ്സ് ഉണ്ട് അവിടെ. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? മാക്സിമം ലൈറ്റ് റേസ് നമ്മൾ ഇതിൻ്റെ അകത്ത് PN സെമി കണ്ടക്ടർ അകത്ത് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റി റിഫ്ലക്റ്റിംഗ് ലെയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മെറ്റീരിയൽ യൂസ്ഡ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സിലിക്കോൺ, ഗാലിയം ആർസെനൈഡ്, കാഡ്മിയം ടെല്ലുറൈഡ് ആൻഡ് ഗാലിയം സെലനൈഡ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഫോട്ടോ വോൾട്ടേക് സെൽ ഉണ്ടാക്കുന്നത്. വർക്കിംഗ് ഓഫ് ഫോട്ടോ വോൾട്ടേക് സെൽ നോക്കാം നമുക്ക്. ദ ഫോട്ടോ വോൾട്ടേക് സെൽ ഈസ് ഫോംഡ് ഓഫ് എ P ടൈപ്പ് ആൻഡ് എൻ N ടൈപ്പ് സെമി കണ്ടക്ടർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഫിഗർ കാണിച്ചപ്പോൾ ഒരു P ടൈപ്പും N ടൈപ്പും സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഫോട്ടോ വോൾട്ടേക് സെൽ ഉണ്ടാക്കുന്നത്. ദ N ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മെജോറിറ്റി ഓഫ് നെഗറ്റീവ് കാരിയേഴ്സ് ആൻഡ് P ടൈപ്പ് ഹാവ്സ് മെജോറിറ്റി പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഹോൾസ് ആസ് എ മെജോറിറ്റി. അതിന് പറഞ്ഞ ബേസിക് കാരണമാണത്. P ടൈപ്പ് N ടൈപ്പ് എന്താണെന്ന് പറയുന്നുള്ളൂ. When these two are joined, electrons from the N region migrate to the P region, creating a depletion region between them. Already നമ്മൾ പറഞ്ഞു ഒരു P ടൈപ്പും N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്താൽ അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നു. ഓൾറെഡി പറഞ്ഞു നമ്മൾ. When the light fall on the depletion region, the energy from the photon is transferred to electrons, creating free electron hole pair that can move freely and conduct electricity. നേരത്തെ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് എല്ലാത്തിലും അല്ലേ. ഈ ഫോട്ടോണിൻ്റെ മുകളിൽ, അത് ലൈറ്റിൻ്റെ മുകളിൽ നിന്നുള്ള എനർജി അതിലേക്ക് പോകും, ഇലക്ട്രോണിലേക്ക് പോകും. സോ ഇലക്ട്രോൺ ഹൈലി എക്സൈറ്റഡ് ആവും, അത് കൂടുതൽ ചാർജ് ഉണ്ടാവും. ആ ചാർജ് ഉണ്ടാവുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തരും. സോ ഇലക്ട്രോൺ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാവാന്നാണ് അർത്ഥം. സോ ഈ കറണ്ട് ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. സോ ഈ കറണ്ട് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? എത്ര
എമൗണ്ട് ഓഫ് ഇലക്ട്രോൺ ഫ്രീ ആവുന്നുണ്ട് എന്നർത്ഥം. ഈ ഇലക്ട്രോൺ ഫ്രീ ആവുന്ന എപ്പോഴാണ്? ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴാണ്. സോ റേഡിയേഷൻ ഹിറ്റിന് പ്രൊപ്പോർഷൻ ആയിട്ടാണ് ഉണ്ടാവുക കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസിക് ഇതെല്ലാം ബേസിക് പറഞ്ഞത് എല്ലാത്തിൻ്റെയും ഇതുവരെ പറഞ്ഞത് ഈ പറയാനുള്ളത് എല്ലാം ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. സോ അഡ്വാൻറ്റേജസ്: ഫാസ്റ്റ് റെസ്പോൺസ്, ഹൈ എഫിഷ്യൻസി, generate voltage without any bias. These are the main advantages of photovoltaic cell. Disadvantage നോക്കാം. പവർ ജനറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ വെതർ കണ്ടീഷൻ. സോ വെതറിനനുസരിച്ച് എന്താവും പവർ ജനറേഷൻ വൈരി ചെയ്യും. ഈസിലി ഡാമേജ് അപ്ലിക്കേഷൻസ്, സോളാർ ഫാംസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇത്രയാണ് ഫോട്ടോവോൾട്ടൈക്കിന്. ഇറ്റ്സ് എ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ഇൻക്ലൂഡിംഗ് സോളാർ ലാമ്പ്, പാർക്കിംഗ് മീറ്റേഴ്സ്, ട്രാഷ് കമ്പാക്ടേഴ്സ്. ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോവോൾട്ടൈക് സെൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോട്ടോ ഡയോഡ്സ് നോക്കാം. ഫോട്ടോ ഡയോഡ്സ് പേരിലുണ്ടല്ലേ, ഫോട്ടോ ഡയോഡാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഫോട്ടോൺ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഡയോഡാണ്. The photodiode is a PN junction diode that converts light energy into electrical energy. ഇതും ചെയ്യുന്നതാണ് ലൈറ്റ് എനർജീനെ എന്തുമാക്കി മാറ്റാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ ഡിറ്റക്ടർ ഓർ ഫോട്ടോ സെൻസർ ഓർ ലൈറ്റ് ഡിറ്റക്ടർ. ഈ 3 രീതിയിൽ നമ്മളിതിനെ പറയാറുണ്ട്. അതർ നെയിംസ് ആണ്. വർക്കിംഗ് എ ഫോട്ടോ ഡയോഡ് ഓൾവേസ് വർക്ക് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. എന്താണ് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ കണക്ട് ചെയ്യുമ്പം അല്ലേ നമ്മൾ എൻ ടൈപ്പും പി ടൈപ്പും പറഞ്ഞു അല്ലേ. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ് അവിടെ അല്ലേ, പോസിറ്റീവ് ചാർജാണ് കൂടുതലുള്ളത്. ഇത് റിവേഴ്സ് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യുക? പി ടൈപ്പിലേക്ക് നെഗറ്റീവ് എഡ്ജ് കൊടുക്കുക ബാറ്ററിയുടെ. അതേപോലെ എൻ ടൈപ്പ് റീജിയനിലേക്ക് അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് അതിന് എന്താ പറയുക? റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സിമ്പിൾ, ഫോട്ടോ ഡയോഡിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഡയോഡിൻ്റെ സിമ്പിളാണ് ബേസിക്കലി, അതിലേക്ക് നമ്മൾ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, സോ ഇത് വർക്ക് ഓൺ ദ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. എന്താണ് റിവേഴ്സ് ബയാസ് എന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് എൻ റീജിയൻ ഓഫ് ദ സെമി കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു ബാറ്ററീസ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ദ പി റീജിയൻ ഓഫ് ദ സെമി കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു ദ ബാറ്ററി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി റീജിയൻ. സോ ഓപ്പോസിറ്റ് കണക്ഷൻ കൊടുക്കുക അല്ലേ. എൻ റീജിയനിൽ പോസിറ്റീവ് ടെർമിനലും പി റീജിയനിലേക്ക് നെഗറ്റീവ് ടെർമിനലും കൊടുക്കുക ഒരു ബാറ്ററിയുടെ. ആ രീതിയിൽ കണക്ട് ചെയ്താൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഇതെന്ന് പറയാം. When the photodiode is exposed to light, the electrons from N region move toward the positive terminal and holes from the P region move toward the negative terminal. അല്ലേ, ഇവിടെ ഫിഗർ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ഇതാണ് പി ടൈപ്പ്, ഇതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇത് റിവേഴ്സ്ലി ബയാസ്ഡ് ആണെന്ന് പറയാൻ കാരണം ഈ പി ടൈപ്പ് റീജിയൻ നമ്മൾ കണക്ട് ചെയ്ത് ബാറ്ററിയുടെ നെഗറ്റീവ് എഡ്ജാണ്. അതേപോലെ ഈ എൻ ടൈപ്പ് റീജിയൻ നമ്മൾ കണക്ട് ചെയ്തത് ബാറ്ററിയുടെ പോസിറ്റീവ് റീജിയനിലാണ്. സോ ഇവിടെ എന്തുണ്ടാവും? ലൈറ്റ് അല്ലേ, ഫോട്ടോൺ ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഫോട്ടോൺ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഫോം ചെയ്യും. അതേപോലെ ഹോൾസും പ്രൊപ്പോർഷനായിട്ട് എന്തുണ്ടാവും? ഫോംസ് ചെയ്യും, ഹോൾസും ഫോം ചെയ്യും. സോ ഇവിടെ ഈ ബാറ്ററി കണക്ട് ചെയ്തത് ഈ രീതിയിലായതുകൊണ്ട് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ നെഗറ്റീവ് റീജിയൻ കണക്ട് ചെയ്ത് ഇവിടേക്ക് മൂവ് ചെയ്യും. സോ രണ്ടും രണ്ട് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ദാസ് ഫോട്ടോ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. സോ ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇലക്ട്രോൺസിൻ്റെ. ഇലക്ട്രോൺസ് ഈ ഭാഗത്തേക്ക് ഈ റെഡ് കളർ മാർക്ക് ചെയ്താണ് ഇലക്ട്രോൺസ്. സോ ഇലക്ട്രോൺസ് മൂവ്സ് ടുവാർഡ് ദിസ് ഡയറക്ഷൻ, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതായത് ഇവിടെ ആണ് എന്തുള്ളത്? ബാറ്ററി പോസിറ്റീവ് എഡ്ജുള്ളത്. സോ ഒരു കറണ്ട് ഫ്ലോ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, അതായത് ഇലക്ട്രോണിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇൻസൈഡ് ഉണ്ടാകുന്നുണ്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന ഈ കറണ്ട് എന്തിന് ഈക്വലാണെന്ന് പറയുന്നത്? ഇവിടെ ഹിറ്റ് ചെയ്യുന്ന ഈ ഫോട്ടോൺസിന്, അതായത് ലൈറ്റ് ഈക്വലാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ ഈക്വലാണ്. സോ ഇതിനകത്ത് എന്താണ് കറണ്ട് മെഷർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓൾറെഡി നമുക്ക് പറഞ്ഞ പേര് തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഫോട്ടോ ഡയോഡ്സിൻ്റെ ടൈപ്സ് നോക്കാം നമുക്ക്. ഒന്ന് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇവിടെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പി എൻ ജംഗ്ഷൻ നമ്മൾ ഫോം ചെയ്യും. അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് റിവേഴ്സ്ലി ബയാസ്ഡ് ആയിരിക്കും. ഫോട്ടോൺ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ അതേ സാധനം, അതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് വിത്ത് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ക്രിയേറ്റ് എ ഡിപ്ലീഷൻ റീജിയൻ വേർ ദ ഇൻസിഡൻസ് ഓഫ് ഫോട്ടോൺ ജനറേറ്റ് ഫ്രീ ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഒരു ഫോട്ടോ ഡയോഡാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ദെൻ അതിൻ്റെ അകത്ത് പി ഐ എൻ ഡയോഡ് എന്ന് പറയും. സോ ഒരു ഐ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. സോ അതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഹാസ് എ തിൻ ലെയർ ഓഫ് ഇൻട്രിൻസിക് pure form of semiconductor material between two
എക്സെൻട്രിക് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് മെറ്റീരിയൽ. സോ എൻ ടൈപ്പിൻ്റെയും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇടയ്ക്ക് ഒരു സെമി കണ്ടക്ടറും കൂടെ എക്സ്ട്രാ കൊടുക്കുന്ന ടൈപ്പ് തന്നെയാണെന്ന് പറയുന്നത് പിൻ ഡയോഡ് എന്ന് പറയുന്നത്. പിൻ മീൻസ് ഐ മീൻസ് ഇൻട്രിൻസിക് ഡയോഡ്. ഓക്കെ, ദി added layer has high resistivity and electric field strength. സോ ഈ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഐ ലെയർ അല്ലേ, ഇൻട്രിൻസിക് ലെയർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ റെസിസ്റ്റൻസ് കൂടിയതാണ്, അതിൻ്റെ ഫീൽഡും സ്ട്രെങ്ത്തും കൂടിയതാണ്, ഇലക്ട്രിക് സ്ട്രെങ്ത്തും കൂടിയതാണ്. ഇറ്റ് ഓൾസോ ഇൻക്രീസ് ദ ഡിപ്ലീഷൻ റീജിയൻ ദെർബൈ ഇൻക്രീസിങ് ദ പോസിബിലിറ്റി ഓഫ് ലാർജർ എമൗണ്ട് ഓഫ് ഫോട്ടോൺ ഹിറ്റിംഗ് ദ റീജിയൻ. സോ ഇങ്ങനെ ഒരു എക്സ്ട്രാ നോഡ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സെമി കണ്ടക്ടറിൽ വെക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഡിപ്ലീഷൻ റീജിയൻ കൂടും. സോ ഡിപ്ലീഷൻ റീജിയൻ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഹിറ്റ് ചെയ്യുന്ന അല്ലേ സർഫസ് ഏരിയ കൂടുകയാണ് ഡിപ്ലീഷൻ റീജിയൻ്റെ. സോ സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ ഹിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷനും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഫോട്ടോൺ ഹിറ്റിംഗ് റീജിയൻ, കാരണം റീജിയൻ കൂടുതലാണ്. റീജിയൻ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, കൂടുതൽ ഫോട്ടോൺസ് ഹിറ്റ് ചെയ്യും അല്ലെങ്കിൽ ലൈറ്റ് അവിടെ ഹിറ്റ് ചെയ്യും. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് എന്ത്, അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്, APD എന്ന് പറയും. അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് എന്താണെന്ന് നോക്കാം. ഹൈ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ക്രിയേറ്റ് ആൻഡ് അവലാഞ്ചെ എഫക്ട് വിച്ച് ഈസ് റാപ്പിഡ് ഇൻക്രീസ് ദ കറണ്ട് വെൻ ഇനഫ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ദ മെറ്റീരിയൽ. സോ ഇവിടെ എന്താ ഉണ്ടാകുന്നത്, റിവേഴ്സ് ബയസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഫോട്ടോ ഡയോഡിൽ. അവിടെ എന്തുണ്ടാവും, റിവേഴ്സ് ബയസ് ആണെങ്കിൽ ആ ബയാസിൽ കൊടുത്ത വോൾട്ടേജ് എന്തായിരിക്കും, വളരെ കൂടുതലായിട്ടുണ്ട്, അവരുടെ അവലാഞ്ചെ എഫക്ട്സ് ഫോം ചെയ്യും. ദിസ് ഹാപ്പൻസ് ബിക്കോസ് photo excited electron have high energy to exit other atom and free more electrons. So photo electron കൂടുതൽ എനർജി കിട്ടുന്നുണ്ട് എന്ത് ചെയ്യും, കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആവുന്നുണ്ട്. സോ കറണ്ട് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. സോ ഇങ്ങനെ 3 രീതിയിലാണ് ഫോട്ടോ ഡയോഡ്സ് ഉള്ളത്. ദെൻ ഫോട്ടോ ഡയോഡ്സിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഫോട്ടോ വോൾട്ടൈക് മോഡ്സ് ആണ്. ഫോട്ടോ വോൾട്ടൈക് മോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓൾസോ നോൺ ആസ് സീറോ ബയാസ് മോഡ് എന്നും പറയും. It is forward bias, that is the positive terminal is connected to the P region and negative terminal is to connect to N region. This arrangement decreases the width of the depletion region and the voltage produces when photon hit will have small dynamic range. So പോസിറ്റീവ് റീജിയൻ നെഗറ്റീവ് റീജിയനും അല്ലേ, പി ടൈപ്പും എൻ ടൈപ്പും നമ്മൾ കണ്ടു തന്നെയാണ്. പോസിറ്റീവും നെഗറ്റീവും തമ്മിലേക്ക് തന്നെയാണ് കറക്റ്റായിട്ട്. അതായത് ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറയും. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും, കുറച്ച് കറണ്ട് മാത്രമേ അവിടെ ഫോം ചെയ്യും എന്നർത്ഥം. സോ അതാണ് ഫസ്റ്റ് മോഡ്, ഫോട്ടോ വോൾട്ടൈക് മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡാണ് എന്ത്, ഫോട്ടോ കണ്ടക്റ്റീവ് മോഡ്. എന്താണെന്ന് നോക്കാം. ഇറ്റ് വർക്ക് ഓൺ ദ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. സോ ഫോട്ടോ വോൾട്ടൈക് ഫോർവേഡ് ബയസ് ആണെങ്കിൽ ഫോട്ടോ കണ്ടക്റ്റീവ് മോഡ് എന്താണ്, റിവേഴ്സ് ബയസ് കണ്ടീഷൻ ആണ് അല്ലേ. സോ റിവേഴ്സ് ബയസ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഡിപ്ലീഷൻ റീജിയൻ ഒന്നും കൂടെ കൂടും. സോ ഇറ്റ് ഇൻക്രീസ് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ദെർഫോർ എ ഫാസ്റ്റ് by having a low response time. സോ അവിടെ ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും വിത്ത് എ ലോ റെസ്പോൺസ് ടൈം. ദെൻ മൂന്നാമത് അവലാഞ്ചെ മോഡാണ്. അവിടെ എന്താണ്, ഹൈ റിവേഴ്സ് ബയസ്ഡ് തന്നെയാണ്, പക്ഷേ അവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഒന്നും കൂടി കൂടുതലാണ്. വോൾട്ടേജ് കൂടുമ്പോൾ നേരത്തെ പറഞ്ഞത് സെയിം എഫക്റ്റ് എന്താണ്, ഡിപ്ലീഷൻ റീജിയൻ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യും. സോ സർഫസ് ഏരിയ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ കൂടുമ്പം കൂടുതൽ ഫോട്ടോൺസ് അവിടെ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ്. ഡിപ്ലീഷൻ റീജിയൻ അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്രീ ആവും, കൂടുതൽ കറണ്ട് ഫോം ചെയ്യും. Okay, under the high reverse bias condition, the avalanche effect is initiated, which produces internal gain, which in turn acts as device response by producing large current per photon. So കൂടുതൽ കറണ്ട് ഇവിടെ ഫോം ചെയ്യാൻ ഇടയാകും. സോ ഇതാണ് 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഇൻ ഫോട്ടോ ഡയോഡ്സ്. ഓക്കെ, ദെൻ ഫോട്ടോ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം നമുക്ക്. ഒന്ന്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ സോളാർ സെൽ പാനൽസ്, സ്മോക്ക് ഡിറ്റക്ടർ, റിമോട്ട് കൺട്രോൾ ഇൻ വിസിആർ, സ്ട്രീറ്റ് ലൈറ്റ്സ്, ഇതിനെല്ലാം നമ്മളത് ഫോട്ടോ ഡയോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൻസറാണ് ഫോട്ടോ എമിസീവ് സെൽ. എന്താണെന്ന് നോക്കാം. എ ഫോട്ടോ എമിസീവ് സെൽ ഈസ് ഓൾസോ നോൺ ആസ് ഫോട്ടോ ട്യൂബ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ എ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ഫോട്ടോ ട്യൂബ് എന്ന് ഇതിന് പറയും അല്ലേ, വിച്ച് ഓപ്പറേറ്റ് ഓൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ്, നെഗറ്റീവ് കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ആൻഡ് ഫ്രം വിച്ച് ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വെൻ ഹിറ്റ് ബൈ ലൈറ്റ്. സോ ഇതിലെന്തുണ്ട്, കുറച്ച് ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ്സ് ആണ്. ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ് എന്നാൽ അതിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് എമിറ്റ് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ എൻ ആനോഡ്. സോ പോസിറ്റീവ് സൈഡ് കൊണ്ട് തന്നെയാണ് ആനോഡ് എന്ന് പറയുന്നത്. ദാറ്റ് അട്രാക്ട് ദീസ് ഫ്രീ ഇലക്ട്രോൺസ്. ബോത്ത് കാഥോഡ് ആൻഡ് ആനോഡ് ആർ എൻക്ലോസ്ഡ് ഇൻ എ ഗ്ലാസ് ഓർ കാർഡ്സ്. സോ ഒരു ഭാഗത്ത് കാഥോഡ് ഉണ്ട്, വേറൊരു ഭാഗത്ത് എന്തുണ്ട്, ഒരു ആനോഡ് ഉണ്ട്. കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. സോ ഈ കാഥോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് മുകളിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കും.
സോ ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് എനർജിയാണ് വിച്ച് ഇസ് ഓൾവേസ് അട്രാക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ് അല്ലേ, അല്ലെങ്കിൽ ആനോഡിനെ അത് അട്രാക്ട് ചെയ്യും. സോ ആനോഡ് എന്ത് ചെയ്യും, ഈ ഫ്രീ ആവുന്ന കാഥോഡിൽ നിന്ന് ഫ്രീ ആവുന്ന ഇലക്ട്രോൺസിനെ എല്ലാം അട്രാക്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് അടുപ്പിക്കും. സോ അപ്പോൾ എന്തുണ്ടാകും, ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണ്, അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നാണ് അർത്ഥം. സോ ഈ ആനോഡും കാഥോഡും ഒക്കെ എന്തിനകത്താണ്, എൻക്ലോസ്ഡ് വിത്ത് എ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കാർഡ്സിനകത്താണ്. സോ ഒരു ട്യൂബിൻ്റെ അകത്താണ് ഇത് മെയിനായിട്ട് ഇതുണ്ടാവുക. സോ ട്യൂബിൻ്റെ അകത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ അവിടെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതാണ് എന്ത്, കറണ്ട് എന്ന് പറയുന്നത് ബേസിക്കലി അല്ലേ. When the electrons are drawn from cathode to anode, an electric current is generated proportional to the fallen light. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടാവുന്നതാണ്, കാഥോഡിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്. സോ ദ കറണ്ട് പ്രൊപ്പോർഷണൽ ടു ദ ലൈറ്റ് ഫാളൻ ഓൺ ദ കാഥോഡ്സ്. സോ നമുക്ക് ഇത് വെച്ചിട്ട് ആ കറണ്ട് മെഷർ ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, എത്ര എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ലൈറ്റിൻ്റെ പ്രസൻസ് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും, ലെവൽ ഓഫ് ലൈറ്റ്സ് അല്ലേ. ദെൻ ടൈപ്പ് ഓഫ് ഫോട്ടോ എമിസീവ് സെൽസ് നോക്കാം നമുക്ക്. വാക്വം ടൈപ്പ് സെൽ, പേരിലുണ്ട് വാക്വം ആണല്ലേ. നമ്മൾ പറഞ്ഞു കാഥോഡും ആനോഡും ഒക്കെ നമ്മൾ എവിടെ വെച്ചത്, ഒരു കണ്ടെയ്നർ, ഒരു ചേമ്പറിൻ്റെ അകത്താണ് അല്ലേ. വാക്വം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കോഴ്സിൻ്റെ ട്യൂബിൻ്റെ അകത്താണ്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫോട്ടോ എമിസീവ് സെല്ലാണ് വാക്വം ടൈപ്പ് സെൽ. ഇൻ എ വാക്വം ഫോട്ടോ ട്യൂബ് എ റോഡ് anode and a curvature cathode are housed in a vacuum glass. സോ ഈ രണ്ടും ആനോഡും കാഥോഡും വെച്ചത് എന്തിനാണ്, ഒരു വാക്വം ഗ്ലാസിൻ്റെ അകത്താണ്. ദ കറണ്ട് ജനറേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ലൈറ്റ് ഇൻസിഡൻറ്റ് ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ലൈറ്റ്. സോ കാഥോഡ് റിലീസ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ബ്രൈറ്റ്നെസ് ഓഫ് ദി ലൈറ്റ്. സോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ ലൈറ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ലെവൽ നമുക്ക് അവിടെ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വണ്ണാണ് വാക്വം ടൈപ്പ്. രണ്ടാമത്തത് ഗ്യാസ് ഫിൽഡ് ആണ്. സോ ഈ ആനോഡും കാഥോഡും വെച്ച ഈ ഒരു ചേമ്പർ എന്താണ്, ഗ്യാസ് ഫിൽഡ് ആയിരിക്കും അവിടെ അല്ലേ. എ സിമിലർ അറേഞ്ച്മെൻറ്റ് ആസ് വാക്വം ട്യൂബ് എക്സെപ്റ്റ് inert gas like argon is filled in the tube and emitted electrons by the light are accelerated by the electric field and cause ionization, thereby increasing the current due to high collision. So തൊട്ട് മുമ്പ് വാക്വം ആയിരുന്നെങ്കിൽ അവിടെ സെയിം അറേഞ്ച്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, വാക്വത്തിന് പകരം അവിടെ ഇനേർട്ട് ഗ്യാസ് അതായത് ആർഗണൊക്കെ ഫിൽ ചെയ്യും. സോ ആർഗൺ ഫിൽ ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആകുമ്പം അത് ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് കൊളിഷൻസ് ഉണ്ടാകും, അത് അവിടെ അയനൈസേഷൻ ഉണ്ടായിട്ട് കൂടുതൽ കറണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൊളിഷൻസ് അവിടെ ഫോം ചെയ്യും. സോ ഗ്യാസ് ഫിൽ ചെയ്യുന്നുണ്ട് അവിടെ. അതും ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നതാണ്, ആർഗൺസൊക്കെയാണ് നമ്മൾ ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഫോട്ടോ മൾട്ടിപ്ലയർ സെല്ലാണ് മൂന്നാമത്തത്. എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് ഇവാക്യുവേറ്റഡ് ഗ്ലാസ് വിച്ച് ഈസ് ഒക്യുപ്പൈഡ് ബൈ മൾട്ടിപ്പിൾ ഡൈനോഡ്സ് ഇൻ അഡീഷൻ ടു ആനോഡ് ആൻഡ് കാഥോഡ്. സോ ആനോഡും കാഥോഡൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുണ്ട്. അതിന് ഒപ്പം എന്തും കൂടെ ഉണ്ട്, മൾട്ടിപ്പിൾ ഡൈനോഡ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 3 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ തൊട്ടാണ് മൂന്നാമത്തെ ടൈപ്പാണ് അല്ലേ, മൾട്ടിപ്പിൾ ഡൈനോഡ്സ് കൂടെ ഇതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈച്ച് ഡൈനോഡ് ഹാസ് ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ദാൻ ദ പ്രീവിയസ് വൺ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഓരോ ഡൈനോഡും തൊട്ട് മുമ്പത്തിനെക്കാട്ടും കൂടുതൽ ഹയർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും. സോ electrons emitted from cathode strike the first dynode, that is emit multiple electrons which in turns hit the next higher potential dynode and more electrons are emitted and is repeated for ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അവിടെ നടക്കും അല്ലേ. ആദ്യം ആനോഡിന് മുകളിൽ ലൈറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആവും, അത് ഒരു ഡൈനോഡിൽ ഹിറ്റ് ചെയ്യും. സോ ആ ഡൈനോഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഫ്രീ ആക്കും. അത് തൊട്ട് ഹയർ പൊട്ടൻഷ്യലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലുള്ള ഡൈനോഡിലിറ്റിയും അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ഫ്രീ ആകും. ഈ രീതിയിൽ ഒരുപാട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് അവിടെ ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് ഒരു കറണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് ഫോട്ടോ മൾട്ടിപ്ലയർ സെൽ എന്ന് പറയുന്നത്. The anode is placed at the end and the large number of electrons reached at the anode result in current pulse which is detected easily. So നമുക്ക് ആ ഡിറ്റക്ട് ചെയ്യുന്ന ഒരുപാട് കറണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ഈസി ആയിട്ട് ഈ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആനോഡ് ഒരു സൈഡിലായി ഉണ്ടാവുക. സോ ത്രൂ ദീസ് ഡൈനോഡ്സ്, മൾട്ടിപ്പിൾ ഡൈനോഡ്സിലൂടെ നമ്മൾക്ക് ആനോഡിലേക്ക് ഇലക്ട്രോൺസ്, ഒരുപാട് ഇലക്ട്രോൺസിനെ ഇവിടെ കിട്ടും എന്നർത്ഥം. ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ഹാസ് എ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ റേഡിയേഷൻ സെൻസർ എന്താണെന്നുള്ളതും അതിൽ നമുക്കറിയാം, ലൈറ്റ് പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലെവൽ ഓഫ് ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് എല്ലാ മെത്തേഡ്സും എല്ലാ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് ടൈപ്സും അതേപോലെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസും നമ്മൾ നോക്കി, എല്ലാം ഒന്ന് നല്ലപോലെ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാം. തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.